പിഴിഞ്ഞിട്ട് തോർത്താണ് പിഴയ്ക്കാത്ത മനസ്സാണ് കുഴിനകം പഴുക്കുന്നു പുഴു വലിച്ചിറങ്ങുന്നു. എന്താ സാറേ ഇപ്പോഴാണോ കുളിക്കുന്നത്? സാർ ഞാൻ രാവിലെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എനിക്ക് ക്രിമിനൽസായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ശീലമൊന്നുമില്ലല്ലോ. സോ ഇവിടെ ഉള്ളവരൊക്കെ ക്രിമിനൽസ്. താങ്കളിവിടെ ഇന്റേൺഷിപ്പിന് വന്നായിരിക്കും അല്ലേ? അയ്യോ അങ്ങനെയല്ല സാറേ, എനിക്ക് ക്രിമിനൽ മൈൻഡ് സെറ്റ് ഇല്ലല്ലോ. അപ്പോൾ നിനക്ക് എന്താ ഇവിടെ പരിപാടി? സാർ എൻ്റെ കുളി കഴിഞ്ഞു, ഇനി ലഞ്ചിന് പോകണം. അത് കഴിഞ്ഞ് റൂമിൽ പോയി ചില്ല് ചെയ്യണം. റൂമോ? സെല്ല്. പിന്നെ ഞാനൊരു ട്രാക്ക് ചെയ്യുന്നുണ്ട്, ജയിൽ ചില്ലെന്ന് പറഞ്ഞിട്ട്. സോ അതിൻ്റെ ലിറിക്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട് സാർ. എന്നാ പിടിച്ചോ. ഇവിടുത്തെ ചായക്ക് ചൂടില്ല, ചൊവയില്ല. ഇവിടുത്തെ കക്കൂസിന് ഓടില്ല, അടപ്പില്ല. കൊതുകിന്റെ കടിയുണ്ട്, കടി കിട്ടാൻ ഇടിയുണ്ട്. കുടിക്കുന്ന വെള്ളത്തിന് ക്ലോറിന്റെ മണമുണ്ട്. ലാത്തിയുടെ വടി കൊണ്ട് ചന്തിക്ക് പെടുന്ന ഈർക്കിൽ കൊണ്ടൊരു സൂത്രം കാണിച്ചത് എന്താ വേണോ? നടക്ക്, ഒരു പണിയുണ്ട്. വാ. ഇവിടെ എന്താ സാറേ പരിപാടി? ഇവിടെ മറ്റന്നാൾ നമ്മുടെ ലൈബ്രറിയുടെ ഇനോഗ്രേഷനാണ്. മിനിസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം ക്ലീൻ ആക്കണം. അതിനെ നിന്നെ കൊണ്ടുപോകുന്നത്. സാർ പരിപാടിയാണെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടാക്കി തരുമോ? ലൈബ്രറി അല്ലേ ടോപ്പിക്ക്? ലൈബ്രറി ബുക്കുണ്ട്, ബുക്കിന്റെ വിലയുണ്ട്, ചാക്കിൽ തൂക്കിയിട്ട് ആക്രക്ക് വിറ്റിട. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ ഈ പാട്ടും കൂത്തുമായിട്ട് നീ ആ വാർഡിന്റെ മുന്നിൽ നിന്ന് പെടണ്ട. എന്താ സാറേ ഇവിടുത്തെ വാർഡൻ ഭയങ്കര സീനാണോ? അതെ, നിന്റെ ഈ പെർഫോമൻസ് എങ്ങാനും പുള്ളി കണ്ട പുള്ളി നിന്നെ ഇടിച്ച് തൂറിക്കും. പ്രത്യേകിച്ച് കാരണം വേണ്ട പുള്ളിക്ക്. കൈ കിട്ടിയാലേ നല്ല ഇടി ഇടിക്കും. 10ാം നമ്പർ പറ്റില്ല, 7ാം നമ്പർ വേണോ അല്ലേ? റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് ചോദിച്ചു പോയതാ സാറേ. നിനക്ക് 7ാം നമ്പർ ഞാൻ തരാം. ഇന്ന് നിന്റെ മൂക്കിൽ അളിയാ എന്തിനാ വരാൻ പറഞ്ഞു? അതെ, ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കലക്കം പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അളിയൻ്റെ പ്ലാൻ വേണോ വേണ്ടോ നമുക്കൊന്ന് പ്ലാൻ ചെയ്യേണ്ടി വരും. എന്ത്? ടീസ്പൂൺ വരും ടേബിൾ സ്പൂൺ. അതാകുമ്പോൾ കുറച്ച് കൂടുതൽ മാന്താം. സൂക്ഷിച്ച് വെച്ച് ആരും കാണണ്ട. അവൻ്റെ ഒടുക്കത്തൊരു സ്പൂൺ ഐഡിയ. എടാ, ഈ ലോകത്തെ ഏറ്റവും നാശം പിടിച്ച പണിയാണ് ഈ സ്പൂൺ കൊണ്ടുള്ള തുറക്കൽ. 2 ദിവസം തുറന്നു വരുന്നതിൻ്റെ കൈ തേങ്ങി. എടാ, ഇത്ര ക്ഷമയുള്ളവന്മാരാണെങ്കിൽ കുറച്ച് കാലം കൊണ്ട് ക്ഷമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ പാടില്ല, ശിക്ഷ കഴിഞ്ഞ്. അങ്ങനെയാണ് എൻ്റെ വേറെ ഐഡിയ ഉണ്ട്. എന്ത്? നമുക്ക് മതിലിൻ്റെ സൈഡിലുള്ള മരത്തിൽ കൂടെ പുറത്തേക്ക് ആടിയാലോ? എടാ, മതിലിൻ്റെ സൈഡിൽ എവിടാ ഒരു മരം? അങ്ങനെ ചോദിക്കേ. നാളെ ഇവിടെ ജയിലിൽ ഉച്ചയ്ക്ക് അങ്കമാലി മാങ്ങാക്കറിയാണ്. അതിന് അതാകുമ്പോൾ ഇവിടെ കുറേ മാങ്ങാണ്ടി ഉണ്ടാവും. അത് നല്ല കുറച്ച് മാങ്ങാണ്ടി എടുത്ത് നമ്മൾ മതിലിൻ്റെ സൈഡിലൊക്കെ നട്ട് കിളിപ്പിച്ച് അത് വളർന്ന് പന്തലിച്ചൊരു മാവായി മാറും. പിന്നെ അതിൻ്റെ ജില്ലയിൽ കൂടെ നമുക്ക് ചാടി രക്ഷപ്പെട്ടാൽ പോരെ? എൻ്റെ പൊന്നൊളിയാ, ഒരു മാവ് നട്ട് പടർന്ന് പന്തലിച്ച് വരണമെങ്കിൽ 10-13 വർഷം എടുക്കും. നമ്മുടെ ശിക്ഷ ഇവിടെ 5 വർഷത്തിൽ തീരുവേ. ഒന്നും എനിക്കറിയാം. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. അതാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് തന്നെ രക്ഷപ്പെടാനായിട്ട് ഒരു കലക്കം പ്ലാൻ എന്തെങ്കിലും ഇന്ന് തന്നെ. ഇത് കണ്ട, ഇത് കീ അല്ലേ? ഇറങ്ങിയല്ല, പിന്നെ വാർഡന്റെ റൂമിന്റെ സ്പെയർ കീ. അയാൾ പോയി. അറിയാൻ പ്ലാൻ പറ. പ്ലാനൊക്കെ ഞാൻ പറയാം. നീ ആദ്യം ലോണ്ടറി ചെന്ന് 2 പോലീസുകാരുടെ യൂണിഫോം എടുത്ത് വാർഡന്റെ വണ്ടിയുടെ അടി കൊണ്ട് അങ്ങോട്ട് വെക്ക്. നോക്കി ഞാൻ പറയാം. ഓക്കെ, വിട്ടു. പോട്ടെ. സാറേ, ഈ നല്ലാടപ്പറ്റി ലിസ്റ്റിൽ കയറി പറ്റണമെങ്കിൽ ദിവസം എത്ര കിലോമീറ്റർ നടക്കണം? വളരെ നല്ല ചോദ്യം. നീ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, മറുപടി ഞാൻ പറഞ്ഞുതരാം. പി.ടി. സാറേ, കണ്ടോ? എന്താ സാറേ? ആ കൊമ്പിൽ ആരാ ഇരിക്കുന്നത് നോക്ക്. ഒറ്റ മൈൻ. എന്ത് പണിയാ സാറേ? എന്നെ വിളിച്ച് കാണിച്ചു. ഇനി എനിക്ക് പണി കിട്ടൂലേ? സേവിയറിനോട് പണി കിട്ടാൻ വേണ്ടിയാ സേവിയറിനെ വിളിച്ച് കാണിച്ചത്. എന്തിന്? ലൈബ്രറിയിലേക്ക് വരേണ്ട പുതിയ പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഞാൻ തന്നല്ലേ സേവിയറെ? അതൊക്കെ എത്തിയല്ലോ. എന്തെത്തിയെന്ന് ഞാൻ പറഞ്ഞു. ഒരു ബുക്കെങ്കിലും അതിനകത്തുണ്ട്, ഒരെണ്ണമെങ്കിലും ഉണ്ടോ? മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. അപ്പോൾ ആ വന്ന ബുക്സ് ഒന്നും വായിക്കാൻ പറ്റില്ലേ? വായിക്കാൻ പറ്റാത്ത ബുക്ക് എന്നൊന്നും ഇല്ല സേവിയർ. എഴുത്തും വായന അറിയെങ്കിൽ എല്ലാവർക്കും